ഫ്രൂട്ട്സിന്റെ പേരുകൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഫ്രൂട്ട്സ് എല്ലാവരും കഴിക്കണം, വളരെ ഹെൽത്തി ആണ്. നമുക്ക് എല്ലാ പോഷക മൂല്യങ്ങളും ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് എല്ലാ കുഞ്ഞുകുട്ടികളും ഫ്രൂട്ട്സ് എന്തായാലും കഴിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് മാംഗോ. മാംഗോന് എന്താ ഹിന്ദിയിൽ പറയുന്നത്? മാംഗോ എന്നാൽ ആം. മാംഗോന് ഹിന്ദിയിൽ ആം. മാംഗോ എന്ന ഫ്രൂട്ട്, അതിന് ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയുന്നു? ആം എന്ന് പറയുന്നു. അടുത്ത ഫ്രൂട്ടാണ് ബനാന. ബനാനേനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? കേല. ബനാനേനെ നമ്മൾ ഹിന്ദിയിൽ കേല എന്ന് പറയുന്നു. ബനാനേനെ മലയാളത്തിൽ എന്ത് പറയുന്നു? ഏത്തപ്പഴം. ഏത്തപ്പഴമാണ് ബനാന, ഹിന്ദിയിൽ കേല. അതുപോലെ മാംഗോനെ മലയാളത്തിൽ എന്ത് പറയുന്നു? മാമ്പഴം എന്ന് പറയുന്നു. ഇനി അടുത്ത ഫ്രൂട്ടാണ് ചിക്കു. ചിക്കുവിനെ ഹിന്ദിയിൽ നമ്മൾ ചീക്കു എന്ന് പറയുന്നു. ചിക്കുവിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? ചീക്കു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഗോവ. ഗോവനെ ഹിന്ദിയിൽ അമരൂദ് എന്ന് പറയുന്നു. ഗോവനെ ഹിന്ദിയിൽ അമരൂദ്. ഈ ഗോവ എന്ന് വെച്ചാല് പേരയ്ക്ക. മലയാളത്തിൽ നമ്മൾ എന്ത് പറയുന്നു? പേരയ്ക്ക എന്നാണ് പറയുന്നത്. അടുത്തതായി നമ്മൾ ഓറഞ്ച്. ഓറഞ്ചിനെ നമ്മൾ എന്ത് പറയുന്നു? നാരങ്ങി. ഓറഞ്ചിനെ ഹിന്ദിയിൽ നാരങ്ങി എന്ന് പറയുന്നു. ഓറഞ്ചിനെ ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയുന്നു? നാരങ്ങി. അടുത്തായി നമ്മൾ ആപ്പിൾ. ആപ്പിൾ എന്ന ഫ്രൂട്ടിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? സേബ്. ആപ്പിൾ, സേബ്. ആപ്പിളിനെ എന്ത് പറയുന്നു? സേബ്. അടുത്തായി നമ്മൾ ഗ്രേപ്സ്. ഗ്രേപ്സിനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? അങ്കൂർ. ഗ്രേപ്സിനെ ഹിന്ദിയിൽ നമ്മൾ അങ്കൂർ എന്ന് പറയുന്നു. ഗ്രേപ്സ് എന്നാൽ എന്താ? മുന്തിരി. മലയാളത്തിൽ നമ്മൾ മുന്തിരി എന്ന് പറയുന്നു. അടുത്തായി നമ്മൾ പോംഗ്രാനൈറ്റ്. പോംഗ്രാനൈറ്റിനെ നമ്മൾ ഹിന്ദിയിൽ അനാർ. പോംഗ്രാനൈറ്റിനെ നമ്മൾ ഹിന്ദിയിൽ അനാർ എന്ന് പറയുന്നു. മലയാളത്തിൽ മാതള നാരങ്ങ. മലയാളത്തിൽ എന്ത് പറയുന്നു? മാതള നാരങ്ങ. അടുത്തായി നമ്മൾ കോക്കനട്ട്. കോക്കനട്ടിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? നാരിയൽ. കോക്കനട്ട്, നാരിയൽ. മലയാളത്തിൽ നാളികേരം എന്ന് പറയുന്നു. അടുത്തായി നമ്മൾ വാട്ടർമെലൻ. വാട്ടർമെലനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? തർബൂജ്. വാട്ടർമെലൻ, തർബൂജ്. മലയാളത്തിൽ നമ്മൾ തണ്ണിമത്തൻ എന്ന് പറയുന്നു. വാട്ടർമെലൻ, തർബൂജ്, തണ്ണിമത്തൻ. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രൂട്ടാണ് പൈനാപ്പിൾ. പൈനാപ്പിളിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? അനനാസ്. പൈനാപ്പിൾ, അനനാസ്. നമ്മുടെ അടുത്ത ഫ്രൂട്ടാണ് സ്ട്രോബെറി. സ്ട്രോബെറി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? സ്ട്രോബെറി. സ്ട്രോബെറിനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? സ്ട്രോബെറി. സ്ട്രോബെറി. അടുത്തായി നമ്മൾ ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടിനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? കട്ഹൽ. കട്ഹൽ. കട്ഹൽ എന്നാണ് ജാക്ക് ഫ്രൂട്ടിനെ പറയുന്നത്. മലയാളത്തിൽ ചക്കപ്പഴം. അടുത്ത ഫ്രൂട്ടാണ് ചെറി. ചെറിനെ നമ്മൾ ഹിന്ദിയിൽ ചെരി. ചെരി എന്ന് തന്നെയാണ് ഹിന്ദിയിലും ചെറിനെ പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ചെറി എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത ഫ്രൂട്ടാണ് പപ്പായ. പപ്പായനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? പപ്പീത. പപ്പായനെ പപ്പീത എന്ന് പറയുന്നു. ഇതുവരെ നമ്മൾ നോക്കിയത് കൂടാതെ അതോടൊപ്പം തന്നെ ഒരു ഫ്രൂട്ട്സ് ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫ്രൂട്ട്സ് ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ജാമിനാണ്. ജാമിൻ ഫ്രൂട്ട്. ജാമിനെ ഹിന്ദിയിൽ ജാമുൻ എന്ന് തന്നെയാണ് പറയുന്നത്. ജാമുൻ, ജാമുൻ എന്നാണ് പറയുന്നത്. അടുത്ത സെക്കൻഡ് ഫ്രൂട്ട് സ്ട്രോബെറി. സ്ട്രോബെറി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്ട്രോബെറിനെ സ്ട്രോബെറി എന്ന് തന്നെ പറയുന്നു. അടുത്തത് തേർഡ് ഫ്രൂട്ട് ഡേറ്റ്സ്. ഡേറ്റ്സിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? ഡേറ്റ്സിനെ ഖജൂർ എന്ന് പറയുന്നു. ഡേറ്റ്സിനെ ഖജൂർ. അടുത്തത് റാസ്പെറി. റാസ്പെറിനെ ഹിന്ദിയിൽ രസബരി എന്ന് പറയുന്നു. റാസ്പെറി, രസബരി. അടുത്ത ലെമൺ. ലെമണിനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? നീംബു. നീംബു എന്ന് പറയുന്നു. അടുത്ത ആംല. ആംലനെ ഹിന്ദിയിൽ ആംബ്ല എന്ന് പറയുന്നു. ആംലനെ ഹിന്ദിയിൽ ആംബ്ല. അടുത്ത ഫ്രൂട്ടാണ് ലൈച്ചി. ലൈച്ചിനെ ഹിന്ദിയിൽ ലൈച്ചി, ലിച്ചി എന്ന് പറയുന്നു. പിന്നെ കിവി ഫ്രൂട്ട്. കിവി ഫ്രൂട്ടിനെ കിവി ഫൽ എന്ന് പറയുന്നു. കിവി ഫൽ. അടുത്ത ഫ്രൂട്ടാണ് കാരംബോല. കാരംബോല ഫ്രൂട്ടിനെ കരമ്പത്ത് എന്ന് പറയുന്നു. കരമ്പത്ത്.
അടുത്ത ചിക്കു. ചിക്കു നമ്മൾ നോക്കിയതാണ്. ചിക്കു എന്ന് തന്നെയാണ് ഹിന്ദിയിലും പറയാ. പിന്നെ പ്ലം. പ്ലമ്മിനെ നമ്മൾ ആൽബുക്കാർ എന്ന് പറയുന്നു. പ്ലമ്മിനെ ആൽബുക്കാർ എന്ന് പറയുന്നു. അടുത്ത ചെറി. ചെറിയെ നമ്മൾ ചെറി എന്ന് തന്നെയാണ് ഹിന്ദിയിലും പറയുന്നത്. ഇനി തേർഡ് റോയിലെ ഫസ്റ്റ് നോക്കിയ ഗ്രേപ്സ്. ഗ്രേപ്സിനെ നമ്മൾ അങ്കൂർ എന്ന് പറയുന്നു. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ നമ്മൾ ഹിന്ദിയിൽ പിതായ എന്ന് പറയുന്നു. പിതായ. അടുത്ത പീച്ചാണ്. പീച്ചിനെ ഹിന്ദിയില് സത്താലു എന്ന് പറയുന്നു. പിന്നെ അടുത്തത് ഫിഗ്. ഫിഗിനെ ഹിന്ദിയിൽ അഞ്ചീർ എന്നാണ് പറയുന്നത്. അടുത്ത ഗോവ. ഗോവനെ ഹിന്ദിയിൽ അമ്രൂദ് എന്നാണ് പറയുന്നത്. ഈ കാണുന്നതിലെ ഫസ്റ്റ് റോയില് നമ്മൾ കാണുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ചിനെ നാരങ്ങി അല്ലെങ്കിൽ സന്തര എന്നുകൂടെ പറയുന്നുണ്ട്. ആപ്രിക്കോട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? ഖുബാനി എന്ന് പറയുന്നു അല്ലെങ്കിൽ ജർദാലു എന്ന് പറയുന്നു. അടുത്ത ആപ്പിൾ. ആപ്പിളിനെ സേബ് എന്നാണ് പറയുന്നത്. അടുത്ത സ്വീറ്റ് ലൈം. സ്വീറ്റ് ലൈമിനെ നമ്മൾ മുസംബി എന്ന് പറയുന്നു. ഹിന്ദിയിൽ മുസംബി എന്ന് പറയുന്നു. പിന്നെ നമ്മൾ നോക്കാനുള്ള പോംഗ്രാനൈറ്റ് ഹിന്ദിയിൽ അനാർ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ ഷുഗർ ആപ്പിൾ, കസ്റ്റാർഡ് ആപ്പിൾ എന്നുള്ളത് ഹിന്ദിയിൽ എന്ത് പറയുന്നു? സീതാഫൽ. സീതാഫൽ. മലയാളത്തിൽ സീതാഫലം എന്ന് പറയുന്നു. സീതാപ്പഴം എന്ന് പറയുന്നു. അടുത്ത പീർ. പീറിനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? നാസ്പാത്തി എന്ന് പറയുന്നു. നാസ്പാത്തി എന്ന് പറയുന്നു. അടുത്ത മാംഗോ. മാംഗോനെ ഹിന്ദിയിൽ ആം. പിന്നെ ടൊഡി പാമിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? താഡ്ഫൽ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ അടുത്ത നോക്കാനുള്ളത് ഏതാണ്? അവോക്കാഡോനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? മക്കൻ ഫൽ എന്ന് പറയുന്നു. പിന്നെ പപ്പായ. പപ്പായനെ നമ്മൾ ഹിന്ദിയിൽ പപ്പീത്ത. കോക്കനട്ട് ഹിന്ദിയിൽ ഞാരിയൽ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബനാനനെ ഹിന്ദിയിൽ കേല. അടുത്ത ഇന്ത്യൻ മൾബറി. അതിനെ ഹിന്ദിയിൽ നോനി എന്ന് പറയുന്നു. നോനി എന്ന് പറയുന്നു. അടുത്തത് മെലൺ. മെലനെ നമ്മൾ ഖർബൂജ്, തർബൂജ് എന്നെല്ലാം പറയുന്നു. പൈനാപ്പിളിനെ അനനാസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വാട്ടർമെലനെ ഖർബൂജ എന്ന് പറയുന്നു. ജാക്ക് ഫ്രൂട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? കഡ്ഹൽ എന്ന് ഹിന്ദിയിൽ പറയുന്നു. അപ്പോൾ ഈ ഫ്രൂട്ട്സിന്റെ പേരുകളുള്ള ഈ വീഡിയോ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും നന്നായി ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങളുടെ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.